സംസ്ഥാന സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്രാ പദ്ധതിയുടെ ഉദ്ഘാടനം ഇന്ന് നടന്നു. ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മൂന്നാറിൽ നിന്ന് മണിമാലിയിലേക്ക് സർവീസ് ആരംഭിച്ച KSRTC ഓർഡിനറി ബസ്സിലെ ജീവനക്കാരായ മുഹമ്മദും സാബുവും ശമ്പളമില്ലാതെയാണ് ഇന്ന് ജോലിക്കിറങ്ങിയത്. വേതനമില്ലാതെ ജോലി ചെയ്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന്റെ പുതിയ പദ്ധതിയോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. സർക്കാരിന്റെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയോട് ശമ്പളമില്ലാതെ ജോലി ചെയ്തുകൊണ്ടാണ് ഐക്യദാർഢ്യവുമായി KSRTCയുടെ 2 ജീവനക്കാർ എത്തിയത്. പദ്ധതിയുടെ ഭാഗമായി മൂന്നാറിൽ നിന്നും ആരംഭിച്ച് അടിമാലിയിൽ എത്തിച്ചേർന്ന KSRTC ബസ്സിലെ ഡ്രൈവറായ സാബുവും മുഹമ്മദുമാണ് സൗജന്യ യാത്രാ ബസ്സിൽ സൗജന്യമായി ജോലി ചെയ്തത്. ശമ്പളം സ്നേഹപൂർവ്വം നിരസിച്ചുകൊണ്ടാണ് സർക്കാരിനോട് ആഭിമുഖ്യം പുലർത്തിയത്. നമ്മുടെ കേരളത്തിലെ UDF സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഒന്നായ ഇന്ദിരാ ഗ്യാരണ്ടി പ്രിയദർശിനി സ്ത്രീകൾക്ക് മാത്രമായി സൗജന്യ യാത്ര എന്നൊരു വാഗ്ദാനം നൽകിക്കൊണ്ട് ഈ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ സർക്കാരിന്റെ ഒരു ആദ്യം തന്നെ പറഞ്ഞ വാക്ക് പാലിക്കുക എന്നുള്ളതിന്റെ ഒരു നടപടിയുടെ ഭാഗമായി KSRTCയിൽ നടപ്പാക്കുന്ന ഈ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ആ പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ തന്നെ അതിന്റെ ആളുകളുടെ എല്ലാം നമ്മൾ ഇതിനു വേണ്ടി ഇതിന്റെ ഉപയോഗം കിട്ടുന്ന എല്ലാ സ്ത്രീകളും അവരുടെ ഒരു സന്തോഷം നമ്മളെയൊക്കെ വിളിച്ചറിയിക്കുകയും അതനുസരിച്ച് ഇന്ന് ജൂൺ 15-ാം തീയതി നമ്മൾ മൂന്നാറിൽ വെച്ചിട്ട് ഇതിന്റെ ഒരു ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി PD സതീശൻ സാറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഞങ്ങൾ ഇതിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാനും നമ്മുടെ സഹപ്രവർത്തകനായ EM സാബുവും കൂടി ഒരു തീരുമാനമെടുത്തിരുന്നു. ഈ സർക്കാരിന്റെ കൂടെ നമ്മൾ ഈ ജനങ്ങൾക്ക് സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് ഇതിന്റെ യാത്ര കൊടുക്കുന്ന ആ ബസ്സിൽ ഞങ്ങളുടെ സാലറി സ്നേഹപൂർവ്വം നിരസിച്ചുകൊണ്ട്, കോർപ്പറേഷൻ ഞങ്ങൾക്ക് സാലറി തരും, പക്ഷെ ആ സാലറി ഞങ്ങൾ സ്നേഹപൂർവ്വം നിരസിച്ചുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഈ വാഹനത്തിൽ ഡ്യൂട്ടിക്കായി എത്തിയിട്ടുള്ളതും ഡ്യൂട്ടി ചെയ്യുന്നതും. കണ്ടക്ടറായ മുഹമ്മദ് അടിമാലി മന്നാംകാല സ്വദേശിയും ഡ്രൈവറായ സാബു 200 ഏക്കർ സ്വദേശിയുമാണ്. ഇരുവരും വർഷങ്ങളായി KSRTC ജീവനക്കാരാണ്. സർക്കാരിന്റെ ഈ പദ്ധതി എല്ലാ സ്ത്രീകളും ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇവർ പറയുന്നത്. മൂന്നാർ ഡിപ്പോയിൽ നിന്നുള്ള 26 ഓർഡിനറി ബസ്സുകൾക്കാണ് ഈ സേവനം ലഭ്യമാകുന്നത്. പദ്ധതി നടപ്പാക്കിയതിൽ ബസ്സിലെ യാത്രക്കാർക്ക് മധുരമിഠായി വിതരണം ചെയ്താണ് ഇവർ സന്തോഷം പങ്കുവച്ചത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.